എമ്പുരാൻ സിനിമ കണ്ടുവന്നേക്കുന്ന സമയത്ത് കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റിയായിരുന്നു. നമ്മുടെ അനാലിസിസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കറക്റ്റ് ആയിട്ട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞേക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ചില ആൾക്കാരെങ്കിലും സംശയം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതിനുള്ളൊരു ഉത്തരമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എമ്പുരാൻ സിനിമയിൽ നമ്മൾ പ്രഡിക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പല ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന പല വീഡിയോസുകളുടെ ഒരു കട്ടിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുക. ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ഔട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാ. സോ എന്താന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ഇവിടെ ജതിൻ രാംദാസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ സ്മൃതി ദിനം എന്ന് പറയുന്ന ആ ഒരു ദിനത്തോട് അനുബന്ധിച്ച് ജതിൻ രാംദാസ് എന്ന് പറയുന്ന ദി പൊളിറ്റീഷ്യൻ വന്നേക്കുന്ന ഒരു രംഗമാണെന്ന് കൂടെ കാണാൻ സാധിക്കുന്നത്. IUF എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മുൻപ് ലൂസിഫർ സിനിമയിൽ കണ്ടേക്കുന്ന ജതിൻ രാംദാസിന്റെ ആ ഒരു ലുക്ക് പോലെയല്ല, കുറച്ചും കൂടി ഒരു വില്ലൻ ഷെയ്ഡ് തോന്നിക്കുന്ന ഒരു ലുക്കാണ് നമുക്ക് ഇദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പുറത്തുനിന്നുള്ള ശത്രുക്കളല്ല ഇദ്ദേഹത്തിന്റെ ശത്രു, നേരെ മറിച്ച് ഈ ഒരു പാർട്ടിയുടെ അകത്ത് തന്നെയുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തിന്റെ ശത്രു എന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ സ്റ്റീഫൻ നെടുമ്പള്ളി തന്നെ ആയിരിക്കുമോ ഇദ്ദേഹത്തിന്റെ ശത്രു എന്നുള്ളൊരു തോന്നലേക്ക് വന്നായിരുന്നു. ഇവിടെ നമുക്ക് മൂന്നാമതായിട്ടൊരു പാർട്ടി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് IUF എന്ന് പറയുന്ന ഒരു പാർട്ടി അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് അതിന്റെ ഇപ്പുറത്ത് വേറൊരു പാർട്ടി, ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും അതിനോട് ശക്തി പിടിച്ചേക്കുന്ന, അതിനേക്കാൾ അല്ലെങ്കിൽ കട്ടയ്ക്ക് കട്ട നിൽക്കാൻ വരുന്ന തരത്തിലുള്ള ഒരു വലിയ പാർട്ടി ASM എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലോട്ട് വരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് ഈ ഒരു രംഗങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് ബേസിക്കലി നോർത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പാർട്ടി എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ കോൺടെക്സ്റ്റിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഒരുപാട് പേരെ രക്തക്കറകൾ പുരണ്ടേക്കുന്ന ഒരു പാർട്ടി എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അവരാണ് കേരളത്തിലോട്ട് അവരെ എൻട്രി നടത്താനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് IUF എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയെ തകർത്തുകൊണ്ടാണോ അതോ ആ പാർട്ടിയെ വിലക്കി മേടിച്ചുകൊണ്ടാണോ ഇവര് കേരളത്തിലോട്ട് ഇവരെ എൻട്രി നടത്തുക എന്നുള്ളൊരു കാര്യമാണ് സിനിമയിൽ നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത്. ASM എന്ന് പറയുന്ന പാർട്ടി, അഖണ്ഡ ശക്തി മോർച്ച എന്ന് പറയുന്ന ഒരു പാർട്ടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശംഖാണ് ഇവരുടെ ആ ഒരു രൂപം എന്ന് പറയുന്നത്, അവരുടെ സിമ്പിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു പാർട്ടിയുടെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു നേതാവ് പോലെ നിൽക്കുന്ന ഒരാളാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത്. ഇവരാണ് കേരളത്തിലോട്ട് ഇവരെ എൻട്രി നടത്താനായിട്ട് നിൽക്കുന്നത്. സോ IUF എന്ന് പറയുന്ന പാർട്ടി നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളെന്ന് പറയുന്നത്, തന്നെ ലീഡ് ചെയ്തിട്ടിരിക്കുന്ന ആളെന്ന് പറയുന്നത് നമുക്കറിയാം ജതിൻ രാംദാസ് എന്ന് പറയുന്ന ഒരാളാണ്. ജതിൻ രാംദാസ് തോറ്റു കൊടുത്തില്ല എങ്കിൽ, അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പാർട്ടിക്കാർക്കും കേരളത്തിൽ വന്നുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം കേരളത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു പാർട്ടി തന്നെയാണ് IUF എന്ന് പറയുന്നത്. പക്ഷേ ഈ പാർട്ടിക്ക്, ഈ ഒരു ASM എന്ന് പറയുന്ന പാർട്ടി ഒരുപക്ഷെ കേരളത്തിലോട്ട് വരുന്നത് IUF പാർട്ടിയുടെ തന്നെ നേതാവായിട്ടുള്ള ഒരാളുടെ സഹായത്തോടു കൂടിയാണെങ്കിലോ അതായിരിക്കും നമ്മൾ ഈ സിനിമയിൽ ഒരു പക്ഷേ കാണാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. ഈ പാർട്ടിയിൽ നല്ലവണ്ണം നമ്മൾ വിശ്വസിച്ചേക്കുന്ന ഒരാള് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട വില്ലൻ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇവിടെ മഞ്ജു വാര്യർ പറയുന്ന ഒരു ഡയലോഗ് പോലും വളരെയധികം പ്രസക്തമാണ്. മനുഷ്യജീവന് മേലെ ഒരു രക്തബന്ധത്തിന് പോലും വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് മനുഷ്യജീവന് മേലെ എന്ന് പറയുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കോൺടെക്സ്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ASM എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് രക്തത്തിൽ കുളിച്ചു വന്നേക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരുപാട് പേരെ കൊന്നും കൊടുത്തും വന്നേക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ASM എന്ന് പറയുന്നത്. നോർത്ത് ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ ശക്തമായിട്ടുള്ള എൻട്രി കേരളത്തിലോട്ട് വരുന്ന സമയത്ത് IUF എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് രക്തബന്ധത്തിലുള്ള മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന്റെ രക്തബന്ധത്തിലുള്ള ഒരു കഥാപാത്രം അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ഈ ഒരു കാര്യം ഇവിടെ പറയാനായിട്ടുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാവുക. ആരാണ് ഇയാൾ എന്നുള്ളൊരു കാര്യമാണ് ശരിക്കും ഈ സിനിമയിലുള്ള ഒരു പ്രധാനപ്പെട്ട സർപ്രൈസ്. സോ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് ലാലേട്ടന്റെ കഥാപാത്രം സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. നാർക്കോട്ടിക്സ്, യെസ്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഖുറേഷി അബ്രഹാം നെക്സസിന് എതിരായിട്ടുള്ള കാര്യമാണ് ഈ നാർക്കോട്ടിക്സ് ജിഹാദി പോലെയുള്ള ടീമുകൾ എന്നുള്ളൊരു കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ ഫണ്ടിങ്ങുകൾ നടത്തുന്ന കാര്യത്തിൽ 75% ഫണ്ടിങ് വരുന്നത് അൺനോൺ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പല തരത്തിലുള്ള സോഴ്സുകളിൽ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഒരു ഫണ്ടുകൾ വരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിലോട്ട് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത്, ഏറ്റവും കൂടുതൽ ഫണ്ടിങ് വരുന്നത് ഡ്രഗ് മാഫിയയിൽ നിന്നാണെന്നുള്ളൊരു കാര്യം കൂടി അവിടെ കൃത്യമായിട്ട് സ്ട്രെസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുവരെ വന്നേക്കുന്ന റൂമേഴ്സുകളുടെ അനുസരിച്ചും ഇതുവരെ വന്നേക്കുന്ന പല പോസ്റ്റേഴ്സുകളുടെ ഒരു രീതിയൊക്കെ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജാപ്പനീസ് ഓർ ചൈനീസ് ഒരു ആക്ടറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്തും ഡ്രാഗന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ പറയുന്ന സമയത്തും പക്ക അത്യാവശ്യം നല്ല രീതിക്ക് ഫൈറ്റ്സുകൾ അറിയാവുന്ന നല്ല ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാളാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് മുൻപേ തന്നെ ഒരു റൂമർ ഉണ്ടായിരുന്നു. റിക്യൂൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്, അയാളുടെ കഥാപാത്രമാണ് ഈ കബൂങ്ക കാറ്റൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരായിരിക്കാമെന്നുള്ളൊരു കാര്യം നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു തന്നെയായിരുന്നു. ഇപ്പൊ അത് കറക്റ്റായി കാണാൻ എറിക് കബോനെയാണ് കബൂങ്ക എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്നത്. സയ്യിദ് മസൂദിന്റെ ചൈൽഡ്ഹുഡിൽ അയാൾക്ക് ഒരുപാട് ട്രോമകൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ ട്രോമയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഇദ്ദേഹമായിരിക്കാം. നമ്മൾ മുൻപ് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇയാൾ ഒരു പക്ഷേ ഈ IUF-നെതിരായിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ ആളായിരിക്കാം എന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പാർട്ടിയുടെ കൂടി ഒരു അപ്ഡേറ്റ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സയ്യിദ് മസൂദ് അയാളുടെ ചൈൽഡ്ഹുഡിൽ അയാൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തേക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്, ഒരു ആന്റഗണിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഈ ഒരാളാന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ സയ്യിദ് മസൂദ് എങ്ങനെ ഖുറേഷി അബ്രഹാമായിട്ട് കണക്റ്റഡ് ആയി എന്നുള്ള കാര്യം പറയുന്ന രീതിയിലും
ഒപ്പം തന്നെ സയ്യിദ് മസൂദ് എങ്ങനെ അവർക്കെതിരെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു, എങ്ങനെ അവർക്കെതിരെ തിരിച്ചടിച്ചു, ഖുറേഷി അബ്രാമിനെ കൂടെ ചേർന്നുകൊണ്ട് എങ്ങനെ അവർക്കെതിരെ തിരിച്ചടിച്ചു എന്നുള്ള രീതിക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ തരുന്ന തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റ് വെച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഇപ്പൊ നിലവിൽ പുറത്തേക്ക് വന്നേക്കുന്നത്. ആ മോതിരം കാണിക്കുന്ന ഷോട്ട് തൊട്ട് തന്നെ ആ സിക്കാഡ സിമ്പിൾ, അതായത് ഇല്ലുമിനാറ്റുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ആ ഒരു സിമ്പിളിന്റെ ആ ഒരു മോതിരം തന്നെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ബാക്ക് ഷോട്ട് കാണിച്ചതിന് ശേഷം ഒരു ഇന്റലിജൻസ് ലൈൻ, ഒരു കോള് പോകുന്നുണ്ട്, അവരുടെ തന്നെ ഒരു സീക്രട്ട് നെറ്റ്വർക്കിലൂടെ ഒരു കോള് പോകുന്നുണ്ട്. ഈ കോള് നേരെ പോകുന്നത് മിഷേൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലോട്ടാണ്. മിഷേൽ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് മിഷേൽ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത്. മിഷേൽ എന്ന് പറയുന്ന കഥാപാത്രം ഈ സിനിമയില് ഖുറേഷി അബ്രാമിന് എതിരെ നിൽക്കുന്ന ഒരാളാന്ന് പറയുന്ന സമയത്ത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് നാളുകളായിട്ട് ഖുറേഷി അബ്രാം എന്ന് പറയുന്ന കഥാപാത്രത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഹണ്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് വേണ്ടപ്പെട്ടേക്കുന്ന ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഇന്റലിജൻസിൽ നിൽക്കുന്ന ഒരാളോ മരണപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ടായേക്കാം. അതിന്റെ കൂടിയിട്ടുള്ളൊരു ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഗ്രഡ്ജും കൂടി വെച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു കഥാപാത്രം മിഷേൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഖുറേഷി അബ്രാമിനോട് റിവഞ്ച് തീർക്കാനായിട്ട് വരുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ കണ്ണുകൾ എല്ലാ രാജ്യങ്ങളും ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ചൈന, ഫ്രാൻസ്, പിന്നെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രസൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ ആ ഒരു എൻട്രി ഷോട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഷോട്ട് തന്നെയായിരുന്നു. അപ്പുറത്ത് അതേ ലെവലിൽ തന്നെയുള്ള ഒരു ഇന്റർനാഷണൽ ഡോൺ എന്നുള്ള രീതിക്ക് ഈ ഒരു കഥാപാത്രത്തിനെ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ വലിയ ആൾക്കാരായിട്ട് അദ്ദേഹം ഡീലുകൾ നടത്തുന്ന സമയത്തും യുദ്ധങ്ങൾ നടത്തുന്ന സമയത്തും കേരളത്തില് ഇദ്ദേഹത്തിന്റെ യുദ്ധം പ്രധാനമായിട്ട് നടത്താൻ പോകുന്നത് ഒരുപക്ഷെ ചോരയോട് തന്നെ ആയിരിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവപുത്രന്റെ അടുത്ത് രക്ഷയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെകുത്താന്റെ അടുത്തല്ലേ രക്ഷ നേടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം ഇവിടെ പറയുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചായിരുന്നു. അതായത് ദൈവം എന്ന് പറയുന്നത് PK രാംദാസ് ആണെന്നുണ്ടെങ്കിൽ ദൈവപുത്രൻ ആരായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. അദ്ദേഹത്തിന്റെ അടുത്തൊന്നും രക്ഷയില്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റുകളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനായിട്ട്, അവരുടെ ജനങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് സാത്താൻ തന്നെ രംഗത്തോട്ട് ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമുക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഈ ഒരു എൻട്രി ഷോട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 666 എന്ന് പറയുന്ന ആ ഒരു കാർ വരുന്ന ഒരു ഷോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഷോട്ടിനായിരുന്നു ശരിക്കും ലാലേട്ടന്റെ ആ ഒരു ബാക്ക് ഷോട്ട് ആയിട്ട് വന്നിരുന്ന ഒരു പോസ്റ്ററിനകത്ത് ഉണ്ടായിരുന്ന രംഗം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. നല്ല മഴയുള്ളൊരു സീക്വൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ കൊട ചൂടി നിൽക്കുന്ന സീക്വൻസ് കാണുന്ന സമയത്ത് ഈ വരുന്നതും ലാലേട്ടൻ തന്നെയാണ്. ഇവിടെ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈസ് എ വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, ഈസ് എ വെരി പവർഫുൾ പേഴ്സൺ. ആ നെക്സസിനെ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. സയ്യിദ് എങ്ങനെയാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് കണക്റ്റഡ് ആയെന്നുള്ള ഒരു പാസ്റ്റ് കൂടി നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് റിവീൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. കേരളത്തിലോട്ട് രക്ഷകനായിട്ട് വരുന്ന, നീണ്ട നാളുകൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് പോയി കുറെ വർഷങ്ങൾക്ക് ശേഷം, ഉദ്ദേശം ഒരു 5 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലോട്ട് തിരികെ വരുന്ന, കേരളത്തിനെ രക്ഷിക്കാനായിട്ട്, അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാനായിട്ട് തിരിച്ചു വരുന്ന, ഡ്രഗ്സ് MDMA പോലെയുള്ള സാധനങ്ങളിൽ നിന്നുള്ള നാർക്കോട്ടിക്സ് ഡീലുകളിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് വരുന്ന ഒരു ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു ഫാളൻ ഏഞ്ചൽ ആയിട്ട് വരാൻ പോകുന്ന ഒരു കഥാപാത്രമാണ് സാക്ഷാൽ ലൂസിഫർ, ചെകുത്താൻ, അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു പോകാനായിട്ട് പോകുന്ന ഒരു സിനിമ കഥയാണ് എന്നുള്ളൊരു കാര്യം വളരെ ഷോർട്ടായിട്ട് പറയാൻ പറ്റും. ഇതുവരെ വന്നേക്കുന്ന ഷോട്ടുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു സാധനം പുറത്തേക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. നേരെ മറിച്ച് കയ്യടികൾ കിട്ടാനായിട്ട് ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഇനി ബാക്കി ഉണ്ടാവാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദിസ് മൂവി സ്പെഷ്യലി മെസ്സേജ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും, പല ഡ്രഗ്സ് ഡീലിങ്ങുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ളൊരു ഒരു ഇൻഫ്ലക്സ് കൃത്യമായിട്ട് കാണിക്കുന്ന തരത്തിലുള്ളൊരു സിനിമയായിരിക്കും എമ്പുരാൻ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ആരും ശ്രദ്ധിക്കാതെ പോയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും മൂലയ്ക്കായിട്ട് ആരും കാണരുത് എന്നുള്ള രീതിക്ക് അത്രയും മൈന്യൂട്ടായിട്ട് ഒരു മൈക്രോ സെക്കൻഡിൽ മാത്രം കാണാനായിട്ട് സാധിക്കുന്ന രീതിക്കുള്ള ഒരു ഹെഡ്ലൈൻ തന്നെയായിരുന്നു. ഖുറേഷി അബ്രാം ഡുവറ്റ് ഓർ സോളോ. ഖുറേഷി അബ്രാം എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഒരാളാണോ അത് രണ്ടാളാണോ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഹെഡ്ലൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഈസ് ദ നിയോ ഇലുമിനാറ്റി ഗാങ് കമാൻഡഡ് ബൈ 2 heads or 1 or none at all എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റിനോട് കൂടിയിട്ടാണ് ഇവിടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഡീകോഡിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഖുറേഷി ആൻഡ് അബ്രാം എന്ന് പറയുന്നത് രണ്ട് പേരാണോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചായിരുന്നു. അത് അല്ല എന്നുള്ള രീതിക്കാണ് നമുക്ക് ഈ സിനിമ കാണുന്ന സമയത്തൊക്കെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവുക. നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു ഡീകോഡിങ് റോങ് ആയിട്ട് പോയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. എല്ലാ ഡീകോഡിങ്ങുകളും റൈറ്റ് ആവണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഈ ഡീകോഡിങ് ഒരിക്കലും റോങ് ആയി പോയിട്ടില്ല. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സിനിമയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു ഡയലോഗ്, വില്ലൻ വരുന്ന സമയത്ത് നമ്മുടെ റിക് ക്യൂൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ തന്നെ അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണ് സംഭവം എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നതായിരിക്കും. സിനിമ കണ്ടവർ അല്ലെങ്കിൽ കാണാൻ പോകുന്നവർ സിനിമയുടെ അവസാന ഭാഗത്ത് ഖുറേഷി അബ്രാമിനെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ആരാണെന്നുള്ളൊരു കാര്യം ഇതേ ചോദിക്കുന്നുണ്ട്. ഹു ആർ യു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു ഇൻഫേമസ് ആയിട്ടുള്ള ഒരു നെക്സസിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളുടെ പേര് ഈ വില്ലനെ അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ല, സത്യത്തിൽ ആ ഒരു സിൻഡിക്കേറ്റിന്റെ മുകളിൽ ഒരു പക്ഷേ 1-2 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലോ നെക്സസ് ആണ് ശരിക്കും ഖുറേഷി അബ്രാം നെക്സസ് എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഗോഡ് ആക്സിന്റെ തന്നെ തലവൻ ഇയാൾ ആരാന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക്
ദിസ് ഇസ് സംതിങ് ബിഗർ. എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാരണം ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ തന്നെ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ബാക്കിയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് വീഡിയോ മാക്സിമം പേരിലൂടെ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രതീക്ഷിച്ചേക്കാം. തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബി ഡൊണാൾഡ് സ്പേസ് സൈനിങ് ഔട്ട്. ബൈ.